വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലത്തെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴ കുറച്ച് ബാക്കിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും കടലക്കറിയാണ്. അപ്പോൾ ഞാൻ കടലക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് നമുക്ക് ഹോട്ട് കേസിലേക്ക് മാറ്റാം. അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴക്കുന്നതും അതിൽ റെഡിയാക്കുന്നതൊക്കെ ഞാൻ ഇതിന് മുന്നേയുള്ള വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. അതുപോലെ തന്നെ കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ഉച്ചക്കേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കാം. പിന്നെ ഞാനിന്ന് ഉച്ചക്കേക്ക് ഒരു നാരങ്ങാക്കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിക്കറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പുളിയൊക്കെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചൂടുവെള്ളത്തിൽ. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അത് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വെന്ത് തിളച്ച് കുറുകി വരണം. അതിന് ശേഷം മാത്രമേ നമ്മൾ നാരങ്ങയിട്ട് കൊടുക്കുകയുള്ളൂ. അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ഇപ്പം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മാതള നാരങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധികം സമയം തിളക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ പെട്ടെന്ന് വെന്ത് വരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തോല് ഞാനൊന്ന് കുറച്ചൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാടങ്ങ് വെന്ത് കഴിഞ്ഞാൽ കറിക്ക് ചെറിയൊരു കയ്പ്പ് വരും. അപ്പോൾ ഒരുപാടങ്ങ് വെട്ടിത്തിളച്ച് അങ്ങ് വറ്റി ആവേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് അടച്ച് വെക്കുക. പിന്നെ ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു കയ്പും പുളിപ്പും ഒന്നും അധികമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ടാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കശുവണ്ടി പൊറുക്കാനായിട്ട് പറമ്പിലേക്ക് പോകാം. അപ്പോൾ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലമുള്ളത്. നമ്മുടെ റോഡിലേക്ക് പോകുന്ന വഴിയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു പറമ്പുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കശുവണ്ടിയൊന്നും ആരും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുളച്ച് വന്നതും അതുപോലെ തന്നെയുള്ള കശുവണ്ടിയൊക്കെ നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് അങ്ങനെയുള്ള ചെറുതായിട്ട് മുള വന്നതും അതിൻ്റെ പരിപ്പും ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം പൊതുവേ കശുവണ്ടി എല്ലാവർക്കും കുറവായിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് ഒരു തവണ കറി വെക്കേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ വീട് കാണാൻ പറ്റും. അത്രയും അടുത്താണ് ഈ ഒരു സ്ഥലം. ഇനിയിപ്പം നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മൾ പറമ്പത്ത് പൊറുക്കി എടുക്കുന്നതാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക ആദ്യം. കഴുകിയെടുത്ത് പിന്നെ ഇതിൻ്റെ പരിപ്പൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ചൂടുവെള്ളത്തിൽ 2-3 തവണ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ കൈയുടെയൊക്കെ തൊലി ഒക്കെ പൊളിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ട് കയ്യിൽ കെട്ടിയത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ എന്നിട്ടും എൻ്റെ കൈയുടെ തൊലിയൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഈ അണ്ടിയുടെ കറയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ തൊലിയൊക്കെ ചെറുതായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിൽ നിന്നും ഞാൻ വീണ്ടും വേറെ ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം തന്നെ ഈ ഒരു ചൂടുവെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ
തൊലിയൊന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കശുവണ്ടി കീറിയിട്ട് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതിൻ്റെ മേലെ മാത്രമേ തൊലി ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ മുളച്ച് പുറത്തേക്ക് വന്ന പരിപ്പുണ്ടല്ലോ, അതിന് അങ്ങനെ ഒരു തൊലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്, അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷേ അണ്ടിയൊക്കെ ഈ ഒരു കീറി അതിൻ്റെ പരിപ്പൊക്കെ എടുക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഇത് വെക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങയും മല്ലിയും ഒക്കെ വറുത്ത് അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അടുപ്പത്ത് വെക്കുമ്പോൾ മഞ്ഞളും മുളകും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചതാണ്. പിന്നെ ഒരു ഇല വറവും ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തഴുതാമയുടെ ഇലയാണ് ഞാൻ ഇതൊന്ന് വറവാക്കുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കശുവണ്ടിയൊക്കെ വെന്ത് വരുമ്പോൾ തേങ്ങ വറുത്തരച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ വറക്കുമ്പോൾ തേങ്ങയും അതുപോലെ മല്ലിപ്പൊടിയും പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ടാണ് പിന്നെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരു കശുവണ്ടിയുടെ കറി. ഇത് കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇനി തിള വരുമ്പോൾ പിന്നെ നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് സവാള ഒന്ന് വറുത്തിടണം. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി വറുത്തിടാം, അല്ലെങ്കിൽ സവാള വറുത്തിടാം. അപ്പോൾ നമ്മുടെ കശുവണ്ടി കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉച്ചക്കുള്ള ഊണിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 2-3 പഴുത്ത മാങ്ങയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പപ്പടവും ഒന്ന് വാട്ടിയെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഇതാ വൈകുന്നേരം നമ്മൾ പിന്നെ ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉന്നക്കായുടെ റെസിപ്പി മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അധികം പഴുക്കാതൊരു പഴമാണ് ഇതിന് ഉപയോഗിക്കുക. തീരെ പഴുക്കാത്തതും ആവരുത്, നല്ലോണം പഴുത്തതും ആവരുത്. അപ്പോൾ അങ്ങനെയുള്ള പഴം പുഴുങ്ങിയെടുത്ത് അത് ഉടച്ചതിന് ശേഷം അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ എള്ളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഫില്ലിങ്സാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ ഉന്നക്കായ കഴിക്കാനായിട്ട്. ഇപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ ചെറിയ തോതിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ചിട്ട് ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉന്നക്കായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചായ തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടിയിട്ട് ചായ ഒന്ന് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളവും പാലും പഞ്ചസാരയൊക്കെ ഒരുമിച്ച് വെച്ച് തിളക്കുന്ന സമയത്താണ് പൊടിയിടുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അടിപൊളി ഉന്നക്കായും ചായയും കൂടെ നമ്മൾ കഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.